വലിയ ഞെട്ടലോടുകൂടിയാണ് നാട് ഈ വാർത്ത ശ്രവിച്ചിരിക്കുന്നത്. അയൽവാസികളൊക്കെ തന്നെ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. വലിയ ഞെട്ടലാണല്ലേ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്? ഭയങ്കര ഞെട്ടലെന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ. ഓർക്കാൻ പറ്റാത്ത ഒരു പ്രയാസമായി പോയത്. എല്ലാവരുമായും നല്ല സഹകരണമായിരുന്നു. ആർക്കും എന്ത് ഉപകാരം ചെയ്യാനും എല്ലാത്തിനും നല്ല സഹകരണമായിരുന്നു. അമ്മയോട് ഒറ്റയ്ക്ക് താമസിക്കുന്ന സമയത്ത് അല്ലേ എല്ലാവിധ സഹായം ചെയ്യും. രാവിലെ ഇങ്ങനെ ജിമ്മിൽ പോകുമായിരുന്നു. രാവിലെ അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ ഞാനിതുപോലെ ഇവിടെ തൂക്കാനിറങ്ങും. ആൻറ്റി പാല് വേണോ എന്തോ വേണം പറഞ്ഞാൽ മതി. എല്ലാത്തിനും 2-3 തവണ ആശുപത്രിയിൽ കൊണ്ടുപോയതൊക്കെ പുള്ളിയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഇവർ കുടുംബസമേതം പോയത്. തിങ്കളാഴ്ച രാവിലെ 6 മണിക്കാണ് ഇവിടുന്ന് പോയത്. അത് അന്നേരം ഞാൻ ഇതുപോലെ ഇറങ്ങി കണ്ടായിരുന്നു. അന്ന് പോകുന്ന സമയത്ത് യാത്ര ചോദിച്ചിരുന്നു. രാത്രിയിൽ എന്നോട് വിളിച്ച് പറഞ്ഞു, ആൻറ്റി ഞങ്ങളിങ്ങനെ 6 മണിക്ക് പോകുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞാൻ 5 മണിയാകുമ്പോൾ എണ്ണീക്കും. അപ്പോൾ പോകുന്ന ഞാൻ കണ്ടു, വണ്ടി വരുന്ന കണ്ടൊക്കെ ഉണ്ട്. ഇടയ്ക്ക് പിന്നെ വിളിച്ചിരുന്നോ? പിന്നൊന്നും വിളിച്ചില്ല. പിന്നൊന്നും അറിയാൻ വയ്യ. ഇന്നലെ ഒരു പോലീസുകാർ വന്നപ്പോഴാണ് ഇങ്ങനെ വരും അറിയുന്നത്. പിന്നെ ജമ്മു കാശ്മീരിൽ ഇങ്ങനെ അന്നൊക്കെ TV കാണിക്കുന്നു. അത് ഇപ്പം ഇങ്ങനെ വരുമെന്ന് ചാകാൻ വേണ്ടി അവനവിടെ പോയാൽ നമുക്കറിയത്തില്ലെന്ന്. ഞായറാഴ്ച മടങ്ങി വരുന്നാണ് പറഞ്ഞത്. ഞായറാഴ്ച മടങ്ങി വരുമെന്ന് പറഞ്ഞു. വിദേശത്തായിരുന്നല്ലേ ഇദ്ദേഹം കുറച്ച് നാൾ? ഖത്തറിലായിരുന്നു. 2-3 കൊല്ലമായുള്ളൂ വന്നിട്ട്. നേരത്തെ ഇങ്ങനെ ആ സമയത്താണ് പറഞ്ഞത് നേരത്തെ കാശ്മീരിൽ പോകാൻ അവർ ആഗ്രഹിച്ചിരുന്നു? അങ്ങനെയാണ്? അങ്ങനെയല്ല, മോളുണ്ട്. ഒരു മോളും 2 കൊച്ചു പിള്ളേരും ഉണ്ട്. അപ്പോൾ ആ മോളും പിള്ളേരും ഇവർ 2 പേരും 5 പേരാണ് പോയത്. അപ്പം സെപ്പറേറ്റ് അവർ പോയത്, ഗ്രൂപ്പൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇവിടുന്ന് ഹൈദരാബാദിൽ നിന്ന് കാശ്മീരിൽ പോകാറുണ്ട്. എന്നാൽ രാത്രി പോലീസും അതോടൊപ്പം മറ്റു സംവിധാനങ്ങളും വരുമ്പോഴാണ് അറിയുന്നത്. അതൊന്നും നമുക്കറിയില്ല. TV ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ രാമചന്ദ്രൻ്റെ ഇതൊക്കെ ഫോട്ടോയൊക്കെ കാണിച്ചു. നമുക്കെല്ലാം ഒന്നും അറിയില്ല. എൻ്റെ ദൈവം. ഇപ്പോൾ അന്നമ്മ തോമസ് എന്ന് പറയുന്ന ഈ രാമചന്ദ്രൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരമ്മയാണ് നമ്മളോട് സംസാരിച്ചത്. ഇത് തന്നെയാണ് എല്ലാവരുടെയും വികാരം. നമ്മൾ അല്പസമയം മുമ്പ് പത്രമിടാൻ വന്ന ഒരു ചേട്ടനെ കണ്ടു. അതിനുശേഷം ഇവിടെ നിന്ന് മറ്റ് ആവശ്യത്തിന് വന്നൊരു മെർഫി എന്ന് പറയുന്ന ഒരു ചേട്ടനെ കണ്ടു. അവരൊക്കെ തന്നെ നല്ല വാക്കുകളാണ് ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. അങ്ങനെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ മലയാളിയുമുണ്ട് എന്ന വാർത്ത ആദ്യം വലിയ ഞെട്ടലോടുകൂടിയാണ് നമ്മുടെ സംസ്ഥാനവും നമ്മളൊക്കെ തന്നെ ശ്രവിച്ചത്. അതിനുശേഷമാണ് ഇടപ്പള്ളി സ്വദേശിയായിട്ടുള്ള രാമചന്ദ്രൻ്റെ പേര് വരുന്നത് കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ. അത്തരം വാർത്തകളൊക്കെ തന്നെ ഏറെ വേദനയാണ് പ്രത്യേകിച്ചും ഏവർക്കും ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രത്തിൽ നിന്ദ്യമായ രീതിയിൽ, വളരെ ക്രൂരമായ രീതിയിലാണ് ഭീകരവാദികൾ ഈ ആക്രമണം നടത്തിയത്. ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മകളുടെ മുന്നിൽ വെച്ച് തോക്ക് ചൂണ്ടിയ ശേഷം ഇത്തരത്തിൽ കൊലപ്പെടുത്തുകയായിരുന്നു എന്നതാണ്. ഇതാണ് രാമചന്ദ്രൻ്റെ വീട്. ഇപ്പോൾ ഈ വീട്ടിൽ ആരുമില്ല. കാരണം രാമചന്ദ്രനും ഭാര്യ ഷീലയും മകൾ ആരതിയും 2 മക്കളുമാണ് ഇവിടെ നിന്ന് പോയത്. വീട് അടച്ച് അവർ വിനോദയാത്രയ്ക്ക് പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇദ്ദേഹം വിദേശത്തായിരുന്നു. അതിനുശേഷം മടങ്ങിയെത്തിയിരുന്നു. തുടർന്നാണ് ഇങ്ങനെ കശ്മീരിൽ പോകാം, വിനോദയാത്രയ്ക്ക് പോകാം, മകൾ കൂടി എത്തിയ പശ്ചാത്തലത്തിൽ മക്കളുമായി പോകാമെന്ന് കരുതിയത്. അതോടൊപ്പം മകൻ ബംഗളൂരുവിലാണ്. ഇവിടെ നിന്ന് പോയി ഹൈദരാബാദ് വഴിയാണ് ഇവിടെ നിന്ന് നേരെ അവിടേക്ക് കശ്മീരിലേക്ക് പോയത്. ഞായറാഴ്ച മടങ്ങിയെത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. ഏറെ സന്തോഷകരമായി, അവർ പറയുന്നത് പോലെ ഏറെ സന്തോഷകരമായി ഇവരോടും യാത്ര ചോദിച്ച് പോയതാണ്. ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഭീകരവാദികളുടെ ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടിരിക്കുന്നത്. മൃതദേഹം ഇപ്പോൾ അവിടെയാണ്. ബന്ധുക്കളും അവിടെയുണ്ട്. കാരണം അവർ വിനോദയാത്രയ്ക്ക് പോയതാണ്. അവർ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതോടൊപ്പം തന്നെ മൃതദേഹവും അതിൻ്റെ പ്രൊസീജിയർ പൂർത്തിയാക്കി ഇവിടേക്ക് കൊണ്ടുവരും. എന്തായാലും നാടിനെ സംബന്ധിച്ചിടത്തോളം തീരാവേദന തന്നെയാണ്. കാരണം അത്രത്തോളം നാടുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ആളാണ് രാമചന്ദ്രൻ. ഏവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു രാമചന്ദ്രൻ. ആ രാമചന്ദ്രൻ്റെ മരണവാർത്ത ശ്രവിച്ചത് മുതൽ വലിയ ദുഃഖത്തിലും ഞെട്ടലിലുമാണ്. കാരണം ഒരു വിനോദയാത്രയ്ക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു അയൽവാസി പോകുന്നു. അവർ ആ രീതിയിൽ പോയി മടങ്ങിയെത്തുമെന്ന് പറയുന്നു. അങ്ങനെ അവർ ആ യാത്ര പോയി തിരിച്ചെത്തുമെന്ന് സ്വാഭാവികമായിട്ടും ബന്ധുക്കളും അയൽവാസികളും ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നിടത്താണ് ഇത്തരത്തിൽ ഭീകരവാദികളുടെ ആക്രമണത്തിന് ഇരയായി ആ വ്യക്തി കൊല്ലപ്പെടുന്നത്.